ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക 40,000 മുതൽ 1,40,000 വരെയാണ് സാലറി സ്കെയിൽ ലഭിക്കുക. 30 lakh പെർ ആനമാണ്, അതായത് 13 ലക്ഷമാണ് ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ അപ്രോക്സിമേറ്റ് CTC എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, വിഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളറിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വിഫൈൻ ജോബ്സിന്റെ ഈ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക, അഡ്വർടൈസ്മെന്റ് നമ്പർ വന്നിട്ടുള്ളത് 02/2025/CHQ ആണ്. ഇവിടെ ജൂനിയർ എക്സിക്യൂട്ടീവ് ജോബ് പോസ്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള എല്ലാ ജോബ് നോട്ടിഫിക്കേഷൻസും വെബ്സൈറ്റ് മുഖേന മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ. സോ അടുത്തായി നമുക്ക് പോസ്റ്റ് ഡീറ്റെയിൽസ് ആൻഡ് വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇവിടെ നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ടോട്ടൽ 309 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 125 വേക്കൻസിയും, EWS കാറ്റഗറിയിൽ 30 വേക്കൻസിയും, OBC നോൺ ക്രീമിലെയർ കാറ്റഗറിയിൽ 72 വേക്കൻസിയും, SC കാറ്റഗറിയിൽ 55 വേക്കൻസിയും, ST കാറ്റഗറിയിൽ 27 വേക്കൻസിയും, PWBD കാറ്റഗറിയിൽ 7 വേക്കൻസിയും കൂടി ടോട്ടൽ 309 വേക്കൻസീസ് ആണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് 3 ഇയർ ഇൻ സയൻസ്, അതായത് BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതുമല്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി സ്ട്രീമാണ് മറ്റൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനിൽ ഏതെങ്കിലും സ്ട്രീം പഠിച്ച് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കും കൂടാതെ ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ പെർസെന്റേജ് ഓഫ് മാർക്സ് എന്ന് പറയുന്നത് പാസ് മാർക്കാണ്. സോ ബാച്ചിലേഴ്സ് ഡിഗ്രിയൊക്കെ ജസ്റ്റ് പാസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത്. അടുത്തായി നമ്മൾ ഏജ് ലിമിറ്റ് ആൻഡ് ഏജ് റിലാക്സേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് വന്നിട്ടുള്ളത് 27 ഇയേഴ്സ് ആണ്. സോ ഇവിടെ ഏജ് റിലാക്സേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ SC ST കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത്. കൂടാതെ OBC നോൺ ക്രീമി ലെയറിൽ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത്. സോ അതാത് കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഏജ് റിലാക്സേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് സാലറി സ്കെയിലാണ്. പേ സ്കെയിലായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് BE1 ലെവലിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക 40,000 മുതൽ 1,40,000 വരെയാണ് സാലറി സ്കെയിൽ ലഭിക്കുക. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു സാലറിക്ക് പുറമെ അതർ ബെനിഫിറ്റ്സ് കൂടി ലഭിക്കുന്നതാണ്. അതായത് HRA, CPF, ഗ്രാറ്റുവിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, മെഡിക്കൽ ബെനിഫിറ്റ് എന്നിവയെല്ലാം സാലറിക്ക് പുറമെ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളാണ്. സോ ഇവിടെ അപ്രോക്സിമേറ്റ് CTC ഓഫ് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് 30 lakh പെർ ആനമാണ്, അതായത് 13 ലക്ഷമാണ് ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ അപ്രോക്സിമേറ്റ് CTC എന്ന് പറയുന്നത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫൈനൽ സെമസ്റ്റർ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ടൈമിൽ ഫൈനൽ റിസൾട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ OBC കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ നോൺ ക്രീമി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ EWS കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ EW സർട്ടിഫിക്കറ്റും ഈ പറയുന്ന പോലെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ് ആണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെയും ഈ പറയുന്ന ഇന്റർവ്യൂവിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അഡ്മിറ്റ് കാർഡ് ഉദ്യോഗാർത്ഥികളുടെ ഇമെയിൽ മുഖേനയായിരിക്കും ലഭിക്കുക. സോ ഉദ്യോഗാർത്ഥികൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സിലബസ് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്നും ഈ പറയുന്ന സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ്. സോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് 1000 rupees ആണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ മോഡ് വഴി മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ SC ST PWBD കാൻഡിഡേറ്റ്സ്, കൂടാതെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ആയ ഉദ്യോഗാർത്ഥികൾ, കൂടാതെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പറയുന്ന ഫീ കൊടുക്കാണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം 25-ാം തീയതി മുതലാണ്. അതായത് ഏപ്രിൽ മാസം 25th തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. കൂടാതെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് 24th May ആണ്. സോ അടുത്ത മാസം മെയ് 24th ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. കൂടാതെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഡേറ്റ് ഒക്കെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അനൗൺസ് ചെയ്യുന്നതുമാണ്. ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഓൺലൈൻ ആപ്ലിക്കേഷൻസിന്റെ വിൻഡോ ഈ പറഞ്ഞ 25th ഏപ്രിലാണ് ഓപ്പൺ ആകുക. സോ BTech ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളും, കൂടാതെ BSc സയൻസ് അതായത് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്കും, കൂടാതെ ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ പറ്റിയ സുവർണ അവസരമാണ് വന്നിട്ടുള്ളത്. സോ ഉദ്യോഗാർത്ഥികൾ മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മളുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.